മമ്മൂട്ടി, ഗൗതം വാസുദേവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ഡീനോ ഡെന്നിസ് രചനയും സംവിധാനവും നിർവഹിച്ച് ഏറ്റവും പുതിയതായി തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയാണ് ബസൂക്ക. സിനിമയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒരു ബസ് യാത്രയും അതിനു മുൻപ് നടന്ന കാര്യങ്ങളും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ, അല്ലെങ്കിൽ നമ്മൾ ഇന്നുവരെ മലയാളത്തിൽ കാണാത്ത ഒരു സബ്ജക്റ്റിനെ അവതരിപ്പിച്ചേക്കുന്ന ഒരു സിനിമയാണ് ബസൂക്ക. സിനിമയിൽ ആന്റണി ജോൺ എന്ന കഥാപാത്രമായി മമ്മൂക്കയും ബെഞ്ചമിൻ ജോഷുവ എന്ന IPS ഓഫീസറായി ഗൗതം വാസുദേവനുമാണ് എത്തുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് കൊണ്ടുവന്നു എന്നതൊഴിച്ചാൽ മമ്മൂക്ക ആ ഒരു സബ്ജക്റ്റിൽ അഭിനയിക്കാൻ തയ്യാറായി എന്ന രണ്ട് പോസിറ്റീവ് ഘടകങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഒന്നും തന്നെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് വളരെ മോശം അനുഭവമായിരുന്നു ബസൂക്ക എന്ന് പറയുന്ന സിനിമ. സാധാരണ ഒരു സിനിമ മോശമാകാൻ നേരത്ത് ആ സിനിമയിലെ ടെക്നിക്കൽ സൈഡെങ്കിലും മികച്ചു നിൽക്കുന്നതായിരുന്നു. പക്ഷേ ഈ സിനിമയിലെ ടെക്നിക്കൽ സൈഡും എനിക്ക് അത്ര മികച്ചതായിട്ട് തോന്നിയില്ല. എസ്പെഷ്യലി എഡിറ്റിംഗ് ഒക്കെ വളരെ മോശമാണ്. ആക്ഷൻ രംഗങ്ങളും ഭയങ്കര ബോറായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അത് ആക്ഷൻ രംഗങ്ങളിലൊക്കെ ഡൂപ്പിനെ വെച്ച്, സാധാരണ എല്ലാ സിനിമയിലും ഡൂപ്പ് ചെയ്യാറുണ്ടെങ്കിൽ പോലും ഇത് കറക്റ്റായിട്ട് എഡിറ്റിങ്ങിൽ കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് മമ്മൂക്ക ആ ഒരു ഫൈറ്റ് രംഗങ്ങളിൽ അഭിനയിച്ചേക്കുന്നതൊക്കെ. തുടക്കത്തിലുള്ള ഒരു ഫൈറ്റിലൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള മനോഹരമായ എഡിറ്റിംഗ് ആയിരുന്നു ഈ സിനിമയിൽ. അതുപോലെ തന്നെ BGM ഒക്കെ ആണെങ്കിലും എന്തൊക്കെയോ സംഭവങ്ങൾ, കുറേ സീൻ വരുന്ന ആ സീനിലൊക്കെ എന്തൊക്കെയോ കുറേ BGM ഉണ്ട് എന്നതൊഴിച്ചാൽ ടെക്നിക്കൽ സൈഡിലും ആകെ പിന്നെയും കുറച്ചെങ്കിലും മികച്ചതായിട്ട് നിന്നത് ക്യാമറ മാത്രമാണ്. ക്യാമറ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ആനിമേഷൻ പരിപാടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്കതൊന്നും അത്ര വർക്കൗട്ടായില്ല. കുറേ സംഭവങ്ങൾ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നു എന്നതല്ലാതെ ഫ്രഷ് ആയിട്ടുള്ളൊരു കണ്ടന്റ് കൊണ്ടുവന്നപ്പോൾ അതിനൊത്ത, അല്ലെങ്കിൽ അതിനോട് ചേരുന്ന രീതിയിലുള്ള ഒരു മികച്ച സ്ക്രിപ്റ്റ് ഒരുക്കാൻ സംവിധായകന് സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ സിനിമയിൽ മമ്മൂക്കയും ഗൗതം വാസുദേവനെയും കൂടാതെ ബാബു ആന്റണി, ഹക്കീം ഷാ, നീത പിള്ളെ, സിദ്ധാർത്ഥ് ഭരതൻ സിനിമയിൽ ഉടനീളം കുറേയധികം കഥാപാത്രങ്ങൾ വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ട്. പെർഫോമൻസ് വൈസ് ഒക്കെ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോശം എന്ന് പറയാനായിട്ടൊന്നും അങ്ങനെ മൊത്തത്തിൽ കുഴപ്പമില്ലായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷേ സ്ക്രിപ്റ്റ് വളരെ മോശമായി. അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരാൻ നേരത്തെ സിനിമ ഒരു പരാജയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന ആളുകളൊക്കെ ഒരു 2-3 ക്ലൈമാക്സ് ഒക്കെ എത്തുന്നതിന് മുൻപായിട്ട് തന്നെ 2-3 പേരൊക്കെ ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യത്തിലോട്ട് എത്തിയായിരുന്നു. സിനിമ കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ സിനിമയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിലും സിനിമ ഒരു ക്ലൈമാക്സ് വരെ എത്തുന്നത് ക്ലൈമാക്സിൽ ഒരു 10-25 മിനിറ്റിൽ ആ സംഭവങ്ങളൊക്കെ കൊള്ളാമെങ്കിലും പക്ഷെ അതുവരെ എത്തുന്ന ആ ഒരു ലെങ്ത് അത് ഭയങ്കര ലാഗായിട്ട്, അതായത് നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാനായിട്ട്, അതായത് ഒരു ബന്ധമില്ലാത്ത കുറേ സീനുകളൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെയോ അവിടെ ഒരു വല്ലാത്ത രീതിയിലാണ് മൊത്തത്തിൽ അവതരിപ്പിച്ചേക്കുന്നത്. പിന്നെ അവസാനത്തെ ഒരു 20-25 മിനിറ്റ് ഒരു അറ്റംപ്റ്റ് വളരെ മികച്ചതായിട്ട് തോന്നി. പക്ഷേ ഇതിനകത്ത് കൊണ്ടുവരുന്ന ട്വിസ്റ്റും ടേൺസും ഒക്കെ നമുക്ക് അങ്ങനെ അത്ര എൻഗേജിങ് ആയിട്ട്, ഇപ്പോൾ ഒരു ത്രില്ലർ, എന്താ പറയണ്ടത്, ഓൾമോസ്റ്റ് ഒരു ആക്ഷൻ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ഒരു സംഭവത്തിൻ്റെ ഒരു മീറ്റർ പിടിക്കാനായിട്ട് സംവിധാനം സാധിച്ചില്ല. പിന്നെ ഒരു ലാസ്റ്റ് ഒരു 20-25 മിനിറ്റിൽ സംഭവങ്ങളൊക്കെ കൊള്ളാമെങ്കിലും പക്ഷേ എനിക്ക് ആ ലാസ്റ്റ് വന്ന മമ്മൂക്കയുടെ ചില പെർഫോമൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത്. എസ്പെഷ്യലി ലാലേട്ടൻ, മമ്മൂക്ക എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ലെജൻസ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അവർ വരുന്ന സിനിമകൾ ചിലപ്പോൾ സിനിമകൾ മോശമായെങ്കിലും അവരുടെ അഭിനയം മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമയിൽ ലാസ്റ്റ് മമ്മൂക്ക കാണിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ എനിക്ക് ശരിക്കും ഭയങ്കര സീരിയസ് ആയിട്ട് കാണിക്കുമ്പോഴും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയണ്ടേ, ചിരിയാണ് വന്നത്. എനിക്കൊരു തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. ഭയങ്കര ബോറായിട്ടാണ് പിന്നെ ലാസ്റ്റ്, അതായത് കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു സംഭവങ്ങളിലോട്ടൊക്കെ എത്താൻ നേരത്ത് മമ്മൂക്കയ്ക്ക് ചേരാത്തൊരു സംഭവമാണോ കൊടുത്തേക്കുന്നത് എന്നെനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ അത്ര ടോട്ടലി ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. എനിക്ക് ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ്. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ ഗുഡ് ബൈ.